ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ഗ്ലാസ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് നേരം കുതിർത്തി ഊറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു 750 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ആവശ്യത്തിനിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ വെള്ളം നമുക്ക് റൈസിലോട്ട് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് അടുത്തത് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ആ ചെമ്മീന് വെളിച്ചെണ്ണയിലോട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാണ്ട് മൂത്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാണ്ട് മൂപ്പായാൽ നമ്മൾ ചെമ്മീൻ ഹാർഡായി പോകും. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം. ഞാൻ ഇതിലോട്ട് ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ എരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ചെമ്മീൻ വറുത്തെടുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ്, വേറെ വെളിച്ചെണ്ണ ഒന്നും മാറ്റണില്ല. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അടിച്ചത് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്തതാണ്. അതിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലോട്ട് തക്കാളിയും വേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയും സവാളയൊക്കെ നന്നായി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളി സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 6 അണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ നാളികേരം കൂടെ നന്നായി അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മസാലക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കാം. നമുക്ക് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ മസാലയൊക്കെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതൊരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം, കറുകപ്പട്ട, കരയാമ്പൂവ്, പിന്നെ ഒരു പകുതി സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്.
അപ്പോൾ നമ്മൾ 5 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ആ ചെമ്മീൻ വേവിച്ച ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 4 ഗ്ലാസ് വെള്ളമുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചേക്കണ ഒരു 5 ഗ്ലാസ് വെള്ളവും 4 ഗ്ലാസ് ചെമ്മീൻ വേവിച്ച വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 9 ഗ്ലാസ് വെള്ളം നമ്മൾ ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഇളക്കിയിട്ട് ഒന്ന് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ കണക്ക് റെഡിയായി. 5 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ് ചൂടുവെള്ളവും 4 ഗ്ലാസ് ചെമ്മീൻ വേവിച്ച വെള്ളവും 1 ഗ്ലാസ് നാളികേരത്തിൻ്റെ പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 ഗ്ലാസ് വെള്ളം എന്ന കണക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറൊക്കെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടിക്കാട്ടില്ലാത്ത പാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അടി പിടിക്കാതെ നമുക്ക് കിട്ടും. പിന്നെ ആ മൂടിയുടെ മുകളിൽ ഒരു വെയിറ്റ് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആവിയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 20 മിനിറ്റ് നേരം കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും കുഴയാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ചെമ്മീൻ വേവിച്ച് വെള്ളം ഒഴിച്ച് കാരണം നല്ലൊരു ഫ്ലേവറും കിട്ടിയിട്ടുണ്ട്. നമ്മളെ ചോറും മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ചോറിലോട്ട് കുറച്ച് എസെൻസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈനാപ്പിൾ എസെൻസ് ആണ് ഞാൻ എടുത്തേക്കണത്. അതൊരു 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് പതിയനെ മിക്സ് ചെയ്ത് കൊടുക്കാം. വല്ലാണ്ട് കുത്തിയിളക്കരുത്. അപ്പോൾ നമ്മൾ ചോറ് കട്ട പിടിച്ചു പോകും, പിന്നെ നുറുങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പതിയനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ചോറിടാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് ചോറിടാം, കുറച്ച് മസാല, അങ്ങനെ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഒക്കെ ചോറുമ്പോൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. മുകളിൽ കുറച്ചും കൂടെ ചോറിട്ട് കൊടുക്കാം. പതിയനെ ഇളക്കിയെടുത്ത് നന്നായി ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. വിടർത്തി ഇടണം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റുമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ചോറ് വെച്ച പോലെ തന്നെ അടിയിൽ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചിട്ടാണ് ഒരു ലോ ഫ്ലെയിമിലിട്ടൊരു 3 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ചോറ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആവി കയറ്റിയെടുത്തപ്പോൾ മസാല ചോറുമൽക്കൊക്കെ പിടിച്ച് നല്ല ഒരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.